ഏകദേശം ഒരു 18 വർഷമായിട്ട് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നൊരു ദൃശ്യവിസ്മയത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതായത് ഞാനെന്നുള്ളത് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരനടയിലാണ്. നമസ്കാരം, ഞാൻ അഭിജിത്ത് കോലോളപ്പിൽ. ഈ ഒരു വിസ്മയം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥ ടെമ്പിളിൻ്റെ തെക്കേ ഗോപുരനടയിലാണ്. പക്ഷേ 250ഓളം ആൾക്കാർ അണിനിരുന്ന് ഇന്ന് രാവിലെ പുലർച്ചെ 3 മണിക്ക് തുടങ്ങിയ ഒരു അധ്വാനമാണത്. അതാണ് ഇത്രയും നല്ല മനോഹരമായിട്ട് ഈ ഒരു തെക്കേ ഗോപുരനടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന് നേതൃത്വം വഹിച്ചിരിക്കുന്നത് ജോബി എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ജോബി എന്നൊരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തെ ഇവിടെ കാണാൻ കിട്ടിയില്ല. ആൾ 3 മണിക്ക് തുടങ്ങിയ അധ്വാനമാണ്. ഇപ്പോൾ അത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇത് വളരെ രസകരമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരാണ് ഓണം പ്രമാണിച്ച് ഈ ഒരു വിസ്മയം ഇവിടെ കാണാൻ വേണ്ടി വന്നിരിക്കണം കേട്ടോ. നമുക്ക് മൊത്തത്തിൽ കാണാം, ഇവരൊക്കെ ഇത് ആസ്വദിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഒരിക്കലെങ്കിലും നമ്മൾ തൃശ്ശൂർകാരാണോ അല്ലേ എന്നുള്ളതല്ല, ഒരിക്കലെങ്കിലും ഈ ഒരു സംഭവം ഇവിടെ വന്ന് ഈ തെക്കേ ഗോപുരനടയിൽ വന്ന് നേരിട്ട് ആസ്വദിച്ച് കഴിഞ്ഞാലുള്ളൊരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമുക്കപ്പോൾ ഈ പൂക്കളത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ നമ്മോടൊപ്പം ഒരു ചേട്ടൻ അവിടെ ചേരുന്നുണ്ട്. നമുക്ക് ആളുടെ വാക്കുകളൊന്ന് കേൾക്കാം. എപ്പോഴാണ് തുടങ്ങണേ ഈ പരിപാടി? പരിപാടി ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. അതെ അല്ലേ? ഇന്ന് രാവിലെ 3 മണിക്ക് നിയമവടി പൊട്ടിപ്പത്തോട്ട് തുടങ്ങിയ പൂക്കളം ഇടലാണ്. 8 മണിക്ക് ഇടൽ അവസാനിച്ചു. ഒരു 1500 കിലോളം പൂവുന്നുണ്ട്. 1500 കിലോളം പൂവുണ്ട്. ഒരു 250ഓളം പേര് ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. 3 മണി തൊട്ട് 250 പൂ വെട്ടണം, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പൂ വെട്ടണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് 10 മണിക്ക് ഉദ്ഘാടനം കഴിഞ്ഞാൽ അതിന്റെ ചടങ്ങുകൾ അങ്ങോട്ട് അവസാനിക്കുകയാണ്. പിന്നെ 18 വർഷമായി ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടത്. 18 വർഷമായി. സൗഹാർദ്ദ കൂട്ടായ്മ തൃശ്ശൂരത്തെ സൗഹൃദ കൂട്ടായ്മ ജോബിയുടെ നേതൃത്വത്തിലാണ് ഇത്. ലീഡർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ ആള് ജോബിയാ. ആളെ നേതൃത്വത്തിലാണ് നമ്മൾ തുടങ്ങി നടക്കുന്നത്. ഇത് ഇനിയിപ്പോ നമുക്ക് 10 ദിവസം ഇത് ഇങ്ങനെ കാണില്ല. അതിങ്ങനെ 10 ദിവസം ഇങ്ങനെ തന്നെ കാണാം. ഇത് വൈകുന്നേരം മുൻ മേയറുടെ സംഘം ഉള്ള ഒരു തിരുവാതിരക്കളി ഉണ്ട് ഇവിടെ. വൈകിട്ട് 6 മണിക്ക്. പിന്നെ അതിനുശേഷം ഈ ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ ഘോഷയാത്രയുണ്ട്. കുമ്മാട്ടിയായിട്ട് ചെറിയ ഘോഷയാത്രയുണ്ട്. അപ്പൊ ഈ പൂക്കളം നമ്മളിവിടുന്ന് റിമൂവ് ചെയ്യില്ല 10 ദിവസം? ഇല്ല, 10 ദിവസം എന്നല്ല, ഒരിക്കലും റിമൂവ് ചെയ്യില്ല. അപ്പൊ നമ്മൾ ചെയ്യില്ല. വാടി പൂവ് അങ്ങനത്തെ പോകുമ്പോൾ അത് തീരാവശ്യമാകുമ്പോൾ അവിടെ കുടുംബശ്രീകാർ വന്ന് വൃത്തിയാക്കും. ഞാനിത് ആദ്യമായിട്ടാണ് ഞാനിത് ഇവിടെ വന്ന് കാണുന്നത്. എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയധികം പൂക്കൾ, ചെണ്ടുമല്ലി പൂക്കളും മറ്റും ഒരുക്കി 3 മണി മുതൽ, പുലർച്ചെ 3 മണി മുതൽ ഇത് തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഞാനിവിടെ എത്തുമ്പോഴും എന്താ പറയുക, ഫ്രഷ്നെസ് കാര്യങ്ങളൊക്കെ അതേപടി നിലനിൽക്കുന്നുണ്ട്. ഇതിനി ഇവിടുന്ന് റിമൂവ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. 10 ദിവസം ആയിട്ട് ഇത് അത്തം 10 തുടങ്ങി 10ാം ദിവസമാണല്ലോ ഓണം. അപ്പോൾ ഈ 10 ദിവസം ഇതിവിടെ കാണാൻ പറ്റുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് തൃശ്ശൂർ തെക്കേ ഗോപുരനടയിൽ വന്നാൽ ഇത് കണ്ട് ആസ്വദിച്ച് പോകാവുന്നതാണ്.